ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ല. ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസമായി. ബിക്കോസ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്ക് തന്നെ ഷിഫ്റ്റായി. സോ അങ്ങനെ പാക്കിങ്ങും അൺപാക്കിങ്ങും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ബിസിയിലായിപ്പോയി. ഇപ്പോഴും തിരക്കിൽ തന്നെയാണ്. ഇപ്പോഴും എനിക്ക് സാധനങ്ങളൊന്നൊക്കെ എടുത്ത് വെച്ചിട്ടായിട്ടില്ല. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കുറേ കണ്ടായിരുന്നു, എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ചെയ്തില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് കമൻസൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഭയങ്കര എനിക്ക് സന്തോഷമായി. ഇത്ര നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് എനിക്ക് പിന്നെ ഗിവ് അവേൻ്റെ ഓർമ്മയുണ്ട്. ഇപ്പോൾ 1.28K ആയിട്ടുണ്ട്. 1.5K ആകുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ റിസൾട്ട് അറിയിക്കുന്നതായിരിക്കും. അർഹതപ്പെട്ടവർക്ക് ഇത് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചെങ്കിൽ എന്നോട് ഓൾറെഡി ഒരു വാസ്ലിൻ ഗ്ലൂട്ടാ ഹയാൻ്റെ ലോഷൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു. ഈ ഒരു ലോഷൻ്റെ അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, വീഡിയോയിലേക്ക് എടുക്കാം. ഭയങ്കര വൈറലായിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള, ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹയ എന്ന ഈ സിറമിൻ ലോഷൻ. ഞാൻ ഓൾറെഡി ഇത് വാങ്ങിക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു, പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ട് കാർട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഇതിലൊരു റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ കമൻറ്റും കണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു ലോഷൻ അങ്ങനെ വാങ്ങിച്ചു. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 20 ദിവസത്തിന് മേളിലായി. അപ്പോൾ അതിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഗ്ലൂട്ടാ ഹയ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ള സിറമിൻ ലോഷൻ. അപ്പോൾ ഗ്ലൂട്ടാ ഹയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും ഇതിൽ ഗ്ലൂട്ടാ തയോൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഗ്ലൂട്ടാ തയോൺ ഉണ്ട്. അത് ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നിയാസിനമൈഡും ഉണ്ട്. നമ്മുടെ സ്കിൻ ബാരിയറിനെ ഹെൽപ്പ് ചെയ്യാനും ഇതിൽ നിയാസിനമൈഡും ഉണ്ട്. ആൻഡ് കൂടാതെ ഇതിൽ ഹൈലറോണും അടങ്ങിയിട്ടുണ്ട്. സോ അത് നമുക്ക് സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും ഹെൽപ്പാക്കും. അപ്പോൾ അത്ര ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ പെട്രോളിയം ജെല്ലിയും അടങ്ങിയിട്ടുണ്ട്. പാരബൻസ് ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇത് ബ്രൈറ്റനിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രൈറ്റനിങ്ങിനെ പറ്റി നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രൈറ്റനിങ് ഒട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഇത് 20 ദിവസത്തിൻ്റെ മുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു യൂസ് ചെയ്തതിൽ എനിക്ക് ബ്രൈറ്റനിങ് ഒട്ടും ഇതിലെനിക്ക് തോന്നിയിട്ടില്ല. ബ്രൈറ്റനിങ് ഗ്ലൂട്ടാ തയോൺ ഇതിൽ കുറച്ചൊരു അളവിലേ ഇതിൽ ഗ്ലൂട്ടാ തയോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൈറ്റനിങ്ങിൻ്റെ എഫക്റ്റ് ഒന്നും എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ടെക്സ്ചറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ടെക്സ്ചർ കാണിച്ചു തരാം. ഇതാണ് ടെക്സ്ചർ. ഒരു ഭയങ്കര ജെൽ ടൈപ്പ്, നല്ല ക്രീമി അല്ല, ഒരു ജെൽ ടൈപ്പ് ടെക്സ്ചറാണ്. നോക്കൂ, ഇത് എത്ര പെട്ടെന്ന് അബ്സോർബ് ആവുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു ലോഷനാണിത്. പെട്ടെന്ന് ഒരു വാട്ടർ ടൈപ്പ് പോലെ തോന്നുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ലോഷനിലേക്ക് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു ബോഡി ലോഷനാണ് ഈ ഒരു ലോഷൻ. ഞാൻ കുറേ ലോഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത്ര ലോഷനിൽ വെച്ചിട്ട് ഈ ഒരു ലോഷൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. കൂടാതെ ഇത് നോൺ സ്റ്റിക്കിയാണ്. സ്റ്റിക്കിനോസ് ഒട്ടും ഇല്ല, ഓയിലിയും തരുന്നില്ല, ഒരു ഗ്രീസി ഫീലും ആക്കുന്നില്ല. അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ലോഷനാണ്. അപ്പോൾ ടെക്സ്ചർ വൈസ് ഞാൻ ഇതിന് അടിപൊളിയും തന്നെ പറയും. ബിക്കോസ് ഇത്ര നല്ല ലൈറ്റ് വെയിറ്റ് ഉള്ള ബോഡി ലോഷൻ ഇതുവരെ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് കൂടാതെ അഫോർഡബിളും ആണ്. ഞാൻ ഇത് 220 റുപ്പീസിനാണ് ഇത് വാങ്ങിച്ചത്. ആ ഒരു റേഞ്ചിൽ നല്ല അഫോർഡബിൾ ആണ്. ബ്രൈറ്റനിങ് ഇല്ല, അങ്ങനെ പറയാം. പിന്നെ ഒരു നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നുണ്ട്. ആൻഡ് ഞാൻ ഇത് ഫേസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. എൻ്റെ ഓയിലി സ്കിന്നാണ്. എൻ്റെ ഫേസിൽ ബംസോ ഇറിറ്റേഷനോ ഒന്നും തോന്നിയിട്ടില്ല. 2-3 പ്രാവശ്യം ഫേസിലൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ അത്ര നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്കിന്നിൽ ബോഡിക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഫേസിലൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഫേസിൽ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് എനിക്കൊന്നും കുഴപ്പവും വന്നിട്ടില്ല. അതായത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എക്സ്ട്രീംലി ഡ്രൈ ഡ്രൈ സ്കിന്നുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം അവരുടെ സ്കിന്നിന് ഒന്നും കൂടി ഇത് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കൂടാതെ സെൻസിറ്റീവ് സ്കിന്നിനും ഇത് സ്യൂട്ട് ആവണമെന്നില്ല. ബിക്കോസ് ഇതിൽ പെർഫ്യൂംസ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ പാരബൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും റെഡ്നെസ്സും ഇറിറ്റേഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് സെൻസിറ്റീവ് സ്കിന്നാർ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ മറ്റു സ്കിന്നിലുള്ളവർക്കല്ലേ ഇത് ഉപയോഗിക്കാം. എനിക്കൊരു കുഴപ്പവും വന്നിട്ടില്ല. ഫേസിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഫേസിൽ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസേഴ്സിലൊക്കെ പെർഫ്യൂംസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവാറുണ്ട്. ചില മോയ്സ്ചറൈസേഴ്സ് പാരബൻസും അടങ്ങിയിട്ടുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ പറയാൻ പാടില്ല. ബിക്കോസ് ഇതിൽ പെർഫ്യൂംസ് ഉണ്ട്, പാരബൻസ് ഉണ്ട്, അതുകൊണ്ട് ഫേസിൽ ഉപയോഗിക്കാൻ കഴിയില്ല, അതിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അങ്ങനെ ഒന്നും
പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസേഴ്സിൽ അതും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലും അങ്ങനെ തന്നെ ഉള്ളൂ. പക്ഷേ ഇത് നമുക്കൊരു ഇത് തീരുന്നത് വരെ, ഇപ്പം നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക, ഒരു 1 ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ തീരുന്നത് വരെ നമുക്കൊരു ഫേസ് ടൈമിൽ. പക്ഷെ ലോങ് ടേമിന് ഇത് നല്ലതല്ല. ഒരു കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ലോഷൻ നമുക്ക് ഫേസിൽ അപ്ലൈ ആക്കാം. പക്ഷെ ലോങ് ടേമിന് ഇത് നല്ലതല്ല. ആൻഡ് ഇതിൻ്റെ സ്മെല്ലിനെ പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ എനിക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ എന്ന് പറയാം. കാരണം എൻ്റെ കയ്യിലുള്ള ബാക്കി ലോഷൻസിനെ വെച്ചിട്ട് ആ ഒരു ലോഷൻസിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഇതിനേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ്. അത് വെച്ചിട്ട് എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതൊരു തലക്ക് കുത്തുന്ന ടൈപ്പോ തലവേദന വരുന്ന ഒരു ടൈപ്പുള്ള ഒരു ഫ്രാഗ്രൻസ് ഒന്നുമല്ല. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ആൻഡ് അതുകൂടാതെ ഇതിനൊരു വീറ്റ് ഉണ്ടല്ലോ, വീറ്റ് ഹെയർ റിമൂവൽ ക്രീം, ആ ഒരു ക്രീമിൻ്റെ ഒരു സ്മെല്ലുണ്ട് ചെറിയൊരു രീതിയിൽ. പക്ഷെ അത്രത്തോളം മോശമായിട്ടുള്ള സ്മെല്ലൊന്നുമല്ല, നല്ലൊരു സ്മെല്ലാണ്. ഓക്കെ സ്മെല്ലാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സ്മെല്ലൊന്നുമല്ല. പിന്നെ ഒരു അഫോർഡബിൾ ആണെന്ന് പറഞ്ഞല്ലോ, അഫോർഡബിൾ ആയിട്ടുള്ള നോക്കുമ്പോൾ ഒരു നല്ലൊരു ലോഷൻ തന്നെയാണ്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോവും തരുന്നുണ്ട്, പക്ഷെ ബ്രൈറ്റനിങ് ഒന്നും തരുന്നില്ല. പിന്നെ ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് ഉപയോഗിച്ചത് കൊണ്ട് ചെറിയൊരു രീതിയിൽ എനിക്ക് ടാന് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ടാനൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ എനിക്കിത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ബ്രൈറ്റനിങ് ഒന്നുമില്ല. ഫ്രാഗ്രൻസിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രാഗ്രൻസിനെ പറ്റിയിട്ട് പറയുന്നെങ്കിൽ ഇതിൽ ഫ്രാഗ്രൻസ് ഒരു 2 hour ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ആൻഡ് ഇതിൽ പെട്രോളിയം ജെല്ലി അടങ്ങിയിട്ടുണ്ട്. അതുണ്ട് എന്ന് വെച്ചിട്ട് അത്ര ഒരു മോശമായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ചെറിയ രീതിയിൽ പെട്രോളിയം ജെല്ലി അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഫ്രാഗ്രൻസ് ഒരു 2 hour ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സ്കിന്നിന് നല്ല രീതിയിൽ സൂട്ടായി എന്ന് വെച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവണമെന്നില്ല. എല്ലാ സ്കിൻ ടൈപ്പും ഒരുപോലെ അല്ല. അതുകൊണ്ട് അത് ആദ്യം തന്നെ പറയാം, എനിക്ക് നല്ല രീതിയിൽ സ്യൂട്ടായിട്ടുണ്ട്. ആൻഡ് പിന്നെ ഹൈഡ്രേറ്റിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. പിന്നെ പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്ക് ഹൈഡ്രേറ്റ് ആക്കത്തില്ല, ഒന്നും കൂടി ഡ്രൈ ആക്കും. പക്ഷെ ഇത് വിൻ്ററിന് പറ്റിയ ഒരു ലോഷൻ അല്ല. സമ്മറിനൊക്കെ നമുക്ക് ഈ ലോഷൻ ഉപയോഗിക്കാം, പക്ഷെ വിൻ്ററിന് പറ്റിയ ലോഷൻ അല്ല. കാരണം നമ്മൾ വിൻ്ററിന് നമ്മുടെ സ്കിന്നിൽ കുറച്ച് ഡ്രൈ ആവുന്നുണ്ട്. സോ ആ സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലോഷൻ അല്ല. അല്ലാത്ത സമയത്ത് നമുക്ക് ഈ ലോഷൻ ഉപയോഗിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഓക്കെ, പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷെ അത്രത്തോളം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. ഭയങ്കര ഹൈപ്പുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഹൈപ്പ് ഉണ്ടത്ര ഇത്ര നല്ലൊരു പ്രൊഡക്റ്റ് അല്ല. ഓക്കെ എന്ന് പറയാം. ഞാൻ ഇത് തീരുന്നത് വരെ ഇത് ഞാൻ ഉപയോഗിക്കും. പക്ഷെ ഫേസിൽ തന്നെ ഉപയോഗിക്കുന്നില്ല, ബോഡിക്കൊക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ ഉപയോഗിച്ചാലും ഫേസിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഫേസിലും ഉപയോഗിച്ചേക്കെന്ന് പറയാം. പിന്നെ ഹൈപ്പിന് അത്ര ഒന്നുമില്ല. ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഇത്. അത്ര ഒന്നും ഇതിന് ഹൈപ്പില്ല. ഓക്കെ പ്രൊഡക്റ്റ് ആണ്. ഇതിനേക്കാളും നല്ല മോയ്സ്ചറൈസേഴ്സോ ലോഷൻസോ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ നല്ല ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. ബ്രൈറ്റനിങ് ഒന്നും ചെയ്യുന്നില്ല. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ബ്രൈറ്റനിങ് ഒന്നും തരുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ സിറമിൻ ലോഷൻ, ഇതിൽ സിറമിൻ ലോഷൻ. അപ്പൊ സിറത്തിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാമോ എന്ന് വെച്ചെങ്കിൽ ഇല്ല. സിറത്തിന് പകരം ഇതൊരിക്കലും ആകത്തില്ല. ഇതിൽ സിറമിൻ ലോഷൻ സിറത്തിനെ കുറിച്ച് ചെറിയൊരു അടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ ആകത്തില്ല. ഒരു ലോഷൻ എന്ന രീതിയിൽ നമുക്ക് ബോഡിക്ക് ഉപയോഗിക്കാം, അതിലൊരു കുഴപ്പമില്ല. ഫേസിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. എനിക്ക് നല്ലതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണോന്നും ഇല്ലല്ലോ. ആൻഡ് ഇത് നിങ്ങൾ യൂസ് ചെയ്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ഇടണേ, നിങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ, ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.